പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 18 പേർക്ക് പുറമെ 5 പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ 2 പേർ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ പങ്കെടുത്തതായാണ് പോലീസിന്റെ സംശയം. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിന് മുൻപ് കൃത്യമായ ഗൂഢാലോചന നടന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഫെബ്രുവരി 15-ന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയ സഹപാഠി രഹൻ ബിനോയ് ഉൾപ്പെടെ ഇന്നലെ അറസ്റ്റിലായിരുന്നു. രഹനെ വിശ്വസിച്ച് ക്യാമ്പസിലേക്ക് തിരികെ എത്തിയ വിദ്യാർത്ഥിയെ SFI നേതാക്കൾ ഉൾപ്പെട്ട സംഘം മർദ്ദിക്കുകയായിരുന്നു. അരുൺ പാറയ്ക്ക് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കൃത്യമായ ആസൂത്രണത്തോടെ നടന്നൊരു കൊലപാതകമാണ്, മർദ്ദനമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് പോലീസിന്റെ അന്വേഷണ പുരോഗതി? ഒപ്പം ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും? പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘം അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് പ്രധാനമായും നടത്തുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലുകളും അതുപോലെ തന്നെ വീട്ടുകാരുടെ, സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ പ്രതികരണവും ഈ കാര്യങ്ങളിൽ, അതായത് ഗുരുതരമായ മർദ്ദനം ഈ സിദ്ധാർത്ഥിന് ഉണ്ടായി എന്നതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം തുടക്കം മുതലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആൾക്കൂട്ട വിചാരണ നടന്നു ഇക്കാര്യത്തിൽ എന്നായിരുന്നു പോലീസും ആദ്യം മുതൽ തന്നെ വിശ്വസിച്ചിരുന്നത്. എന്തായാലും ഇന്നലെ അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസും അതുപോലെ തന്നെ കുട്ടിയുടെ വീട്ടുകാരും സംശയിച്ച അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ എന്ന് പോലീസിനെ മനസ്സിലായി. ആൾക്കൂട്ട വിചാരണ ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന കാര്യത്തിൽ ക്യാമ്പസിനകത്ത് ഉണ്ടായി. ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് ഈ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന സമയത്ത് മറ്റുള്ള വിദ്യാർത്ഥികൾ നോക്കി നിന്നു. മാത്രമല്ല, സിദ്ധാർത്ഥ വീട്ടിലേക്ക് പോയ സമയത്ത് ഇവർ പ്രതികൾ ഹോസ്റ്റലിനകത്ത് ഗൂഢാലോചന നടത്തുകയും തുടർന്ന് രഹൻ ബിനോയ് സഹപാഠിയാണ്. രഹൻ ബിനോയെ ഉപയോഗിച്ചുകൊണ്ട് SFI നേതാക്കൾ ഈ വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥിനെ തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ മൊഴി ലഭിച്ച ഈ അറസ്റ്റിലായ 6 വിദ്യാർത്ഥികളിൽ നിന്ന് പോലീസിന് അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സിൻജോ ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രതികൾ മറ്റ് വിദ്യാർത്ഥികളോട് ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുട്ടിയുടെ കുടുംബവും ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ കേസിൽ നിലവിൽ 18 പ്രതികളാണുള്ളത്. പോലീസിന്റെ പ്രതിപട്ടികയിൽ 18 പേരാണുള്ളത്. പക്ഷേ കൂടുതൽ വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാവുമെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. 25ഓളം പ്രതികൾ ഉണ്ടാവുമെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്ന് കൃത്യമായ മൊഴി ലഭിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും 2 പേരെ പോലീസ് ഉറപ്പിച്ചു പറയുന്നു. 2 പേർക്ക് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലും തുടർന്നുള്ള നടപടിക്രമങ്ങളും ഒക്കെ നടക്കുന്നത്. ഇന്നെന്തായാലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രജിൻ, അരുൺ, ഈ കൃത്യമായ വലിയ ആസൂത്രണം ഇതിലുണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം ആളുകൾ പ്രതിപട്ടികയിൽ വരുന്നു, അതൊക്കെ ഇതിന്റെ ഗൗരവ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ മർദ്ദനത്തിന് കാരണമായ സാഹചര്യം എന്താണ് എന്നുകൂടി പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ? പ്രജിൻ, ഈ മർദ്ദനത്തിന് കാരണമായ കാര്യം ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് ഈ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ പോലീസ് അക്കാര്യത്തിൽ ഒരു അന്തിമമായ സ്ഥിരീകരണം നൽകുന്നില്ല. കാരണം അത്തരത്തിലുള്ള മൊഴികളോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള പരാതികളോ പോലീസിന് ലഭിച്ചിട്ടില്ലെന്ന് ഡിവൈഎസ്പി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഈ പ്രതികൾ, അതായത് അറസ്റ്റിലായ പ്രതികൾ നൽകിയ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ എന്തായാലും പോലീസ് തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ആൾക്കൂട്ട വിചാരണ ഈ ക്യാമ്പസിനകത്ത് നടന്നു. ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ ഇതിന്റെ മുൻപും നടന്നിട്ടുണ്ട്. മുൻപും മറ്റ് വിദ്യാർത്ഥികളെയും ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ABVP-യും KSU-വും വെറ്റിനറി സർവകലാശാലയ്ക്ക് മുൻപിൽ ഉപവാസ സമരവും ആരംഭിക്കും. പ്രജിൻ, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.